നമസ്കാരം. വി എസിന്റെ വിലാപയാത്ര കടന്നു പോകുന്ന സന്ദർഭത്തിൽ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന്റെ കണ്ണ് നിറച്ച കണ്ടമിടറിച്ച ഒരു പ്രതികരണം കേൾക്കാനിടയായി. ഈ നാട് കേട്ടിരിക്കണം. എന്തുകൊണ്ടാണ് വി എസ് എന്ന രണ്ടക്ഷരത്തെ, ആ വ്യക്തിത്വത്തെ ഈ നാട് സ്നേഹിക്കുന്നു? അതിന് അദ്ദേഹം ഒന്നും പ്രതിഫലം തന്നിട്ടല്ല, പക്ഷേ ആ നിലപാടുകൾ, അദ്ദേഹം സ്വീകരിച്ചിരുന്ന ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ പോരാട്ട വീഥികൾ, അതാണ് അരുൺകുമാറിന്റെ മൈക്കിന് മുന്നിൽ ആ സ്ത്രീ ഈ പ്രതികരണം നടത്തിയപ്പോൾ തൊണ്ട ഇടറിപ്പോയി എന്ന് പറയേണ്ടി വരികയാണ്. വാളേക്കഞ്ഞ് കുടിപ്പിച്ചിട്ടില്ല. തമ്പ്രാനെന്ന് വിളിപ്പിച്ചിട്ട് വാളേക്കഞ്ഞ് കുടിപ്പിച്ചിട്ടുള്ള ഞങ്ങളെ പൊന്ന നേതാവാണ്. ഞങ്ങളുടെ എല്ലാ നേതാവാണ്. എല്ലാ വിധത്തിലും ഞങ്ങളെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാ വിധത്തിലും സംരക്ഷിച്ച നേതാവാണ്. കണ്ടില്ലേ? തമ്പ്രാൻ എന്ന് വിളിപ്പിച്ചില്ല, വാളയക്കഞ്ഞി കുടിപ്പിച്ചിട്ടില്ല. എന്താണ് ആ സ്ത്രീ പറഞ്ഞതിന്റെ അർത്ഥം? തമ്പ്രാനെന്ന് വിളിപ്പിച്ചവരുണ്ട് ഈ നാട്ടിൽ. അവരുടെ മുന്നിലൂടെ ഒരു പ്രിവിലേജും ഇല്ലാതെ സാധാരണക്കാരനായി വളർന്നു വന്ന ഒരു നേതാവ്, ആ നേതാവ് അവർക്കൊപ്പം അവരെ അടിമകളാക്കിയിരുന്ന, അവർക്ക് ഒരു അവകാശവും ഇല്ലാത്ത നാട്ടിൽ അവർക്ക് വേണ്ടി പോരാടി നേടിക്കൊടുത്തു. ഈ പറയുന്ന മർക്കട മുഷ്ടിയിൽ നിന്ന് അവരെ മോചിപ്പിച്ചു. സ്വാഭാവികമായിട്ടും വികാരം സൃഷ്ടിക്കപ്പെടില്ലേ? ആ വ്യക്തിക്ക് വേണ്ടി അവരറിയാതെ കണ്ണേ കരളെ എന്ന് വിളിച്ചു പോകത്തില്ലേ? ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കത്തില്ലേ? കാലയവനികയിലേക്ക് മറഞ്ഞു പോകുന്ന വി എസിനെ അവർക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹമുണ്ടാകുന്നത് എന്തുകൊണ്ടെന്നാൽ, കഴിഞ്ഞ 6 വർഷമായി രാഷ്ട്രീയത്തിൽ സജീവമല്ല, അദ്ദേഹം വിശ്രമ ജീവിതത്തിലായിരുന്നു. അപ്പോ അങ്ങനെ ഒരു മനുഷ്യനെ ഏറ്റവും അവസാനം ഒരു നോക്ക് കാണുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവകാശമായി മാറുകയാണ്. കാര്യം ഇന്നലകളിൽ ആ ജീവിതം അവർക്ക് വേണ്ടി പോരാടിയവരാണ്. ആ പോരാടിയ ജീവിതത്തിൽ ഒരിക്കലും തമ്പ്രാനെ എന്ന് എന്നെ വിളിക്കണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചിട്ടില്ല. മനുഷ്യർക്കൊപ്പം മനുഷ്യനായി നിലകൊണ്ടു. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ അരുൺകുമാറിന്റെ ശബ്ദം ഇങ്ങനെ ഇടറിപ്പോയത്. വാളേക്കഞ്ഞ് കുടിപ്പിച്ചിട്ടില്ല. തമ്പ്രാനെന്ന് വിളിപ്പിച്ചിട്ട് വാളേക്കഞ്ഞ് കുടിപ്പിച്ചിട്ടുള്ള ഞങ്ങളെ പൊന്ന നേതാവാണ്. ഞങ്ങളുടെ എല്ലാ നേതാവാണ്. എല്ലാ വിധത്തിലും ഞങ്ങളെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാ വിധത്തിലും സംരക്ഷിച്ച നേതാവാണ്. ചരിത്രം അറിയാവുന്ന, അല്ലെങ്കിൽ ആ അവസ്ഥയിലൂടെ ജീവിച്ച മനുഷ്യരുടെ ദുരിതങ്ങളെ കുറിച്ച് തിരിച്ചറിയാവുന്നത് കൊണ്ടും അതിനെക്കുറിച്ച് വായിച്ചും അറിവും നേടിയ അരുൺകുമാറിനെ സംബന്ധിക്കുന്നിടത്തോളം ആ മറുപടി അദ്ദേഹത്തിന്റെ കണ്ടമിടറിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. ആ ഇരുളടഞ്ഞ കാലഘട്ടത്തിലെ മനുഷ്യർ അനുഭവിച്ച ദുരവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പാളയിൽ കഞ്ഞി കുടിപ്പിച്ചില്ല, തമ്പ്രാൻ എന്ന് വിളിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ, അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയാതെ കണ്ടമിടറിയ സാഹചര്യം ഈ നാടിന് കാണേണ്ടി വന്നത്. അതൊക്കെയാണ് ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തകൻ എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഉള്ളിലൊരു മനുഷ്യനുള്ള മാധ്യമ പ്രവർത്തകൻ, മനുഷ്യപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന മാധ്യമ പ്രവർത്തകൻ, കമ്മ്യൂണിസം നശിക്കണമെന്നും കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചാവേറുകളാക്കി ചില മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് കുത്തിനിറച്ചിരിക്കുന്ന മനുഷ്യർക്കപ്പുറം ഡോക്ടർ അരുൺകുമാർ എന്ന വ്യക്തിയോട് എപ്പോഴും ആദരവും ബഹുമാനവും, ഒരു അവതാരകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എന്തുകൊണ്ട് ജനഹൃദയങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ള മനുഷ്യ സ്പർശവുമാണെന്ന് പറയേണ്ടി വരികയാണ്. വാളേക്കഞ്ഞ് കുടിപ്പിച്ചിട്ടില്ല. തമ്പ്രാനെന്ന് വിളിപ്പിച്ചിട്ട് വാളേക്കഞ്ഞ് കുടിപ്പിച്ചിട്ടുള്ള ഞങ്ങളെ പൊന്ന നേതാവാണ്. ഞങ്ങളുടെ എല്ലാ നേതാവാണ്. എല്ലാ വിധത്തിലും ഞങ്ങളെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാ വിധത്തിലും സംരക്ഷിച്ച നേതാവാണ്. കുളിപ്പിച്ചിട്ടില്ല.